നമസ്കാരം. MCN ചാനൽ അവതരിപ്പിക്കുന്ന കാഴ്ച ഈ ആഴ്ച എന്ന പ്രതിവാര വാർത്താ അപഗ്രഥന പരിപാടിയിലേക്ക് സ്വാഗതം. ലോകമെമ്പാടും താങ്ക്സ് ഗിവിംഗ് ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ എല്ലാ പ്രേക്ഷകർക്കും താങ്ക്സ് ഗിവിംഗ് ദിനാശംസകൾ നേരുന്നു. അമേരിക്കൻ സമൂഹത്തോടൊപ്പം ചേർന്ന് ഇവിടുത്തെ മലയാളി സമൂഹവും താങ്ക്സ് ഗിവിംഗ് സമുചിതമായി ആഘോഷിക്കുകയുണ്ടായി. ഒരവധി ദിവസം എന്നതിലുപരി അമേരിക്കൻ ദേശീയതയുടെ പ്രതീകവുമാണ് താങ്ക്സ് ഗിവിംഗ്. സ്വദേശത്തും വിദേശത്തുമുള്ള ബന്ധുജനങ്ങളെല്ലാം ഒത്തുചേർന്ന് ആഹ്ലാദം പങ്കുവച്ചാണ് ആഘോഷ പരിപാടികളിൽ ഭാഗവാക്കായത്. MCN ബ്യൂറോയുടെ റിപ്പോർട്ടിലേക്ക്. വിളവെടുപ്പിൻ്റെ ഉത്സവമാണ് താങ്ക്സ് ഗിവിംഗ്. നമ്മുടെ ഓണത്തിന് സമാനമായ ഉത്സവം. പക്ഷേ ഉത്സവം എന്നതിലുപരി പേര് സൂചിപ്പിക്കുന്ന പോലെ നന്ദി കരയറ്റുവാനുള്ള സമയവുമാണിത്. എല്ലാറ്റിൻ്റെയും തുടക്കം 1620 സെപ്റ്റംബറിലായിരുന്നു. ഇംഗ്ലണ്ടിൽ നിന്നും യാത്ര തിരിച്ച് ഇംഗ്ലണ്ടിൽ എത്തിയ ഒരു യാത്ര. ഇംഗ്ലണ്ടിൽ നിന്നും 102 ഭാഗ്യാന്വേഷികളായ യാത്രക്കാരുമായി നോർത്ത് ഈസ്റ്റ് അമേരിക്കയുടെ ഭാഗമായ ന്യൂ ഇംഗ്ലണ്ടിലെ പ്ലിമത്തിലാണ് മെയ്ഫ്ലവർ എന്ന കപ്പൽ അടുത്തത്. പിൽഗ്രിം ഫാദേഴ്സ് എന്ന പേരിലാണ് പിന്നീട് അവർ അറിയപ്പെട്ടത്. കനത്ത തണുപ്പിനോടും സാംക്രമിക രോഗങ്ങളോടും പടവെട്ടി തദ്ദേശീയരായ റെഡ് ഇന്ത്യൻസിൻ്റെ സഹായത്തോടെ ഇവർ കൃഷി ഇറക്കി. ഇവരുടെ വിളവെടുപ്പ് വൻ വിജയമായതോടെ അന്നത്തെ ഗവർണർ വില്യം ബ്രാഡ്ഫോർഡ് അതൊരു ഗംഭീര ആഘോഷമാക്കി മാറ്റുകയാണ് ഉണ്ടായത്. ഇതാണ് ആദ്യത്തെ താങ്ക്സ് ഗിവിംഗ് ആഘോഷമായി ലോകം രേഖപ്പെടുത്തിയത്. പിന്നീടത് കാനഡയിലേക്കും യൂറോപ്പിലേക്കുമൊക്കെ വ്യാപിക്കുകയുണ്ടായി. നവംബർ മാസത്തിലെ 3-ാമത്തെ ആഴ്ചയിലെ വ്യാഴാഴ്ച താങ്ക്സ് ഗിവിംഗ് ദിനമായി പ്രഖ്യാപിച്ചത് 1863 അന്നത്തെ പ്രസിഡൻ്റായിരുന്ന ഏബ്രഹാം ലിങ്കനാണ്. ഇന്ന് ഈ ദിനാചരണം ലോകത്തിലെ പല രാജ്യങ്ങളിലും നടന്നു വരുന്നു. ടർക്കി കോഴിയെ പൊരിച്ച് ഉരുളക്കിഴങ്ങ് തുടങ്ങിയ വിഭവങ്ങളുമായി കുടുംബാംഗങ്ങളെല്ലാം ചേർന്ന് അത്താഴമേശയ്ക്ക് ചുറ്റുമിരുന്ന് പ്രാർത്ഥിച്ച് നന്ദി രേഖപ്പെടുത്തിയാണ് ഈ ആഘോഷം കടന്നു പോകുന്നത്. പതിവ് പോലെ ഇത്തവണയും പ്രസിഡന്റ് ഒബാമ വൈറ്റ് ഹൗസിൻ്റെ തീന്മേശയിലെത്തേണ്ട ഒരു ടർക്കി കോഴിക്ക് മാപ്പ് നൽകി വിടുകയുണ്ടായി. വിർജീനിയയിലെ ഫാമിൽ വളർന്ന 40 പൗണ്ട് ഭാരമുള്ള ആൺവർഗത്തിൽപ്പെട്ട ഈ ടർക്കിയെ വൈറ്റ് ഹൗസിനടുത്തുള്ള ഒരു ലക്ഷറി ഹോട്ടലിൽ 2 ദിവസം താമസിപ്പിച്ചതിന് ശേഷം ഒരു കുതിരവണ്ടിയിൽ ജോർജ് വാഷിങ്ടൺ വിർജീനിയ എസ്റ്റേറ്റിലേക്ക് മാറ്റുകയുണ്ടായി. അവിടെ അലാവുദ്ദീൻ എന്ന പേരിലുള്ള ഒരു ഒട്ടകത്തിൻ്റെ അകമ്പടിയോടെ കഴിയുന്നതും പിന്നീട് മൗണ്ട് വെർണോൺ ക്രിസ്മസ് ഷോയുടെ ഭാഗമാവുകയും ചെയ്യും. ഷോയ്ക്ക് ശേഷം സ്വാഭാവിക മരണത്തിനായി ഇതിനെ വിടുന്നു. അങ്ങനെ മരിച്ചില്ല എങ്കിൽ ദയാവധത്തിന് കീഴ്പ്പെടുത്തുകയാണ് പതിവ്. 1963 പ്രസിഡന്റ് ജോൺ എഫ് കെന്നഡിയാണ് ടർക്കിക്ക് മാപ്പ് കൊടുക്കുന്ന സംവിധാനം തുടങ്ങി വച്ചത്. ഈ താങ്ക്സ് ഗിവിംഗ് ദിനത്തിൽ മാത്രം 300 മില്യൺ ടർക്കി കോഴികളെയാണ് അമേരിക്കക്കാർ അകത്താക്കിയത്. ഇതിനായി ചെലവാക്കിയത് $3 ബില്യണിലധികം. എല്ലാ പ്രിയപ്പെട്ട MCN പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി താങ്ക്സ് ഗിവിംഗിൻ്റെ ആശംസകൾ നേരുന്നു. പ്രസിഡന്റ് ബറാക് ഒബാമ ന്യൂയോർക്ക് സ്റ്റാറ്റൻ ഐലൻഡിൽ സാൻഡി കൊടുങ്കാറ്റ് തകർന്നുപോയ സെന്റ് ജോർജ് മലങ്കര ഓർത്തഡോക്സ് ദേവാലയം സന്ദർശിച്ചു. സ്റ്റാറ്റൻ ഐലൻഡിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നേരിട്ട് കാണുവാനും കൊടുങ്കാറ്റിൽ എല്ലാം നഷ്ടപ്പെട്ടവരെ സമാശ്വസിപ്പിക്കുവാനും എത്തിയതായിരുന്നു പ്രസിഡന്റ് ഒബാമ. പള്ളിയുടെ മുന്നിൽ നിന്നിരുന്ന ഫാദർ അലക്സ് കെ ജോയ്, ഡോക്ടർ സ്കറിയ ഉമ്മൻ, സണ്ണി കോന്നിയൂർ, മാർട്ടിൻ സണ്ണി എന്നിവരോട് കുശലപ്രശ്നം നടത്തുകയും ചെയ്തു. ന്യൂയോർക്ക് സിറ്റി മേയർ മൈക്കിൾ ബ്ലൂംബർഗ്, സെനറ്റർ ചക്ക് ഷൂമർ, ഗവർണർ ആൻഡ്രൂ ക്വോമോ, ഹോംലാൻഡ് സെക്യൂരിറ്റി ഡയറക്ടർ ജാനറ്റ് നെപ്പോളിറ്റാനോ എന്നിവരും പ്രസിഡന്റിനോടൊപ്പം ഉണ്ടായിരുന്നു. ദിവസം നീണ്ടുനിന്ന ബഹിരാകാശ ദൗത്യം പൂർത്തിയാക്കി ഇന്ത്യൻ വംശജയായ ബഹിരാകാശ സഞ്ചാരി സുനിത വില്യംസ് ഭൂമിയിൽ തിരിച്ചെത്തി. ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷന് വെളിയിൽ ഏറ്റവും കൂടുതൽ സമയം സ്പേസ് വാക്ക് നടത്തിയ ആദ്യ വനിത എന്ന റെക്കോർഡുമായിട്ടാണ് സുനിത വില്യംസ് ഭൂമിയിൽ തിരിച്ചിറങ്ങിയത്. 50 മണിക്കൂർ 40 മിനിറ്റ് സമയം സുനിത സ്പേസ് വാക്ക് നടത്തിയാണ് റെക്കോർഡ് സൃഷ്ടിച്ചത്. ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ എക്സ്പെഡിഷൻ 33യുടെ കമാൻഡറായിരുന്നു 47-കാരിയായ സുനിത വില്യംസ്. ഞായറാഴ്ച രാത്രി 8:55-നാണ് 2 സഹയാത്രികരോടൊപ്പം റഷ്യൻ സോയൂസ് ക്യാപ്സ്യൂളിൽ കസഖ്സ്ഥാനിൽ ഇറങ്ങിയത്. യുവാക്കൾ, ന്യൂനപക്ഷ വിഭാഗങ്ങൾ, വനിതകൾ എന്നിവരുടെ വോട്ടുറപ്പാക്കാൻ ഒബാമ സമ്മാനങ്ങളും വാഗ്ദാനങ്ങളും വാരിക്കോരി നൽകിയെന്ന മിറ്റ് റോംനിയുടെ ആരോപണത്തിനെതിരെ ലൂയിസിയാനയിലെ റിപ്പബ്ലിക്കൻ ഗവർണർ ബോബി ജിൻഡാൾ രംഗത്തെത്തി.
വ്യക്തമായ ദർശനമോ അജണ്ടയോ മുന്നോട്ട് വയ്ക്കാൻ കഴിയാത്തത് മൂലമാണ് തെരഞ്ഞെടുപ്പിൽ റോംനി പരാജയപ്പെട്ടതെന്ന് ജിൻഡാൽ റിപ്പോർട്ടർമാരോട് പറഞ്ഞു. ഇന്ത്യൻ വംശജനായ ജിൻഡാൽ 2016 US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയാവുമെന്ന് അഭ്യൂഹമുണ്ട്. ലൂയിസിയാനയുടെ ഗവർണർ പദവിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് തന്റെ പരിപാടിയെന്ന് പൊളിറ്റിക്കോയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞു. റിപ്പബ്ലിക്കൻ ഗവർണർമാരുടെ അസോസിയേഷന്റെ ചെയർമാനായി അടുത്ത വർഷം ജിൻഡാൽ നിയമിതനാവും. ആസ്വാദികരമായ കാപ്പി വിപണനം ചെയ്യുന്ന ഡങ്കിൻ ഡോണറ്റ്സ് 6 മാസത്തിനുള്ളിൽ മുംബൈ, ബാംഗ്ലൂർ എന്നിവിടങ്ങളിൽ കോഫി ഷോപ്പുകൾ ആരംഭിക്കും. Hey, what are you drinking? I'm drinking Dunkin'. ജൂബിലിയന്റ് ഫുഡ് വർക്ക് ആണ് ഡങ്കിൻ ഡോണറ്റ്സിന്റെ മാസ്റ്റർ ഫ്രാഞ്ചൈസി. ഈ വർഷം ആദ്യമായാണ് US കമ്പനിയായ ഡങ്കിൻ ഡോണറ്റ്സിൽ നിന്നും ഫ്രാഞ്ചൈസി അവകാശം ജൂബിലിയന്റ് ഫുഡ് വർക്ക്സ് നേടിയെടുക്കുന്നത്. സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന അമേരിക്കയിൽ പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ ഇന്ത്യൻ കമ്പനികളും. ഇതുവരെ 50,000 തൊഴിലവസരങ്ങളാണ് ഇന്ത്യൻ കമ്പനികൾ ഇവിടെ സൃഷ്ടിച്ചത്. ഇന്ത്യയിലെ വ്യവസായ പ്രമുഖരായ ടാറ്റ ഗ്രൂപ്പും ഈ കമ്പനികളിൽ ഉൾപ്പെടും. 2025ഓടെ ഇന്ത്യ ലോകത്തെ 3ാമത്തെ സാമ്പത്തിക ശക്തിയായി മാറുമെന്ന് അമേരിക്കൻ സ്റ്റേറ്റ് ഡെപ്യൂട്ടി സെക്രട്ടറി വില്യം ബേൺസ് അറിയിച്ചു. ഇതേസമയം രാജ്യത്തെ അടിസ്ഥാന സൗകര്യ മേഖലയുടെ വികസനത്തിനുമായി ഇന്ത്യ $1,00,000 കോടി ചെലവിടുമെന്നാണ് ആഗോള ബിസിനസ് കമ്പനിയായ മെക്കിൻസെയുടെ അഭിപ്രായം. US എഴുത്തുകാരിയും പുലിറ്റ്സർ സമ്മാന ജേതാവുമായ കാത്തറിൻ ബുയുടെ പുസ്തകത്തിന് നാഷണൽ ബുക്ക് അവാർഡ്. മുംബൈയിലെ ചേരിനിവാസികളുടെ ജീവിതവും ഇന്ത്യയിലെ വളരുന്ന അഴിമതിയും പ്രതിപാദിക്കുന്ന ബിഹൈൻഡ് ദ ബ്യൂട്ടിഫുൾ ഫോർ എവേഴ്സ് ലൈഫ്, ഡെത്ത് ആൻഡ് ഹോപ്പ് ഇൻ മുംബൈ അണ്ടർ സിറ്റി എന്ന പുസ്തകത്തിനാണ് പുരസ്കാരം. ഡൽഹി സ്വദേശിയായ എഴുത്തുകാരൻ സുനിൽ ഖിലാനിയുടെ ഭാര്യയായ കാത്തറിൻ ദ ന്യൂയോർക്കറിൽ പത്രപ്രവർത്തകയാണ്. ഇനിയൊരിടവേള, സ്റ്റേ ട്യൂൺഡ്. ഇത് കുറേ ചിത്രങ്ങളാണ്. ഇതിൽ കുറേ വ്യക്തികളുണ്ട്, അവരുടെ ജീവിതമുണ്ട്, കുറേ സംഭവങ്ങളുണ്ട്, ചരിത്രമുണ്ട്. പലതും ക്യാമറയ്ക്ക് ഒപ്പിയെടുക്കാൻ കഴിയുന്നതിനും അപ്പുറമാണ്. എങ്കിലും നമ്മുടെ നാടിനെക്കുറിച്ചറിയാൻ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ അവതരിപ്പിക്കുന്നു സ്കെച്ചസ്. മാറുന്ന ലോക മലയാളികൾക്കൊത്ത് മാറ്റങ്ങളുടെ മാറ്റത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരു സഞ്ചാരം, അല്പം കൗതുകം, അല്പം കാര്യങ്ങൾ. റിവീലിംഗ് ട്രൂത്ത്സ്, സത്യങ്ങളുടെ ചുരുളഴിയുമ്പോൾ. എക്സ്പ്ലോറിംഗ് ദ വേൾഡ് ഓഫ് റിയാലിറ്റി, ചരിത്രത്തിന്റെ ഏടുകളിലൂടെ അറിഞ്ഞതും അറിയാൻ ആഗ്രഹിച്ചതും പുതുമകളുടെ പുതിയൊരു ലോകം. ഒരു സംസ്കാരത്തിന്റെ, ഒരു സമൂഹത്തിന്റെ ശബ്ദമായി ഞങ്ങൾ മാറുന്നു. എ സ്ട്രോങ് വോയിസ്, Voice of Europe.
തൻ്റെ കമ്പനി ഉൽപ്പന്നമായ 5 Hour എനർജി ഡ്രിങ്ക് കഴിച്ച് കഴിഞ്ഞ 4 വർഷത്തിനിടെ US-ൽ 13 പേര് മരിച്ചുവെന്ന ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് ഇന്ത്യൻ വംശജനായ മനോജ് ഭാർഗവ പറഞ്ഞു. കുപ്പിവെള്ളം കുടിച്ച് ആളുകൾ മരിച്ചുവെന്ന് പറയുന്നത് പോലെയാണിതെന്നും ലക്നൗ സ്വദേശിയായ മനോജ് ഫോക്സ് ന്യൂസിനോട് പ്രതികരിച്ചു. ന്യൂയോർക്ക് ടൈംസ് ആണ് ഇത്തരത്തിലൊരു വാർത്ത നൽകിയത്. ഇത്തരത്തിലൊരു നടപടി ടൈംസിൽ നിന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. ആളുകൾ പണം വാങ്ങിയാണ് തൻ്റെ കമ്പനിക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്നും ഭാർഗവ ആരോപിച്ചു. എനർജി ഡ്രിങ്ക് കഴിച്ച് കഴിഞ്ഞ മാസം US-ൽ 5 പേര് മരിച്ചുവെന്ന റിപ്പോർട്ടിനെക്കുറിച്ച് US ഫുഡ് ആൻഡ് ഡ്രഗ്സ് അഡ്മിനിസ്ട്രേഷൻ അന്വേഷണത്തിന് ഉത്തരവിട്ടുവെന്ന വാർത്തയുടെ പശ്ചാത്തലത്തിലാണ് മനോജ് ഭാർഗവയുടെ വിശദീകരണം വന്നത്. മിഷിഗണിലാണ് മനോജ് ഭാർഗവയുടെ ലിവിംഗ് എസൻഷ്യൽ എന്ന കമ്പനി. US ബഹിരാകാശ ഏജൻസിയായ നാസയിലെ ജീവനക്കാരുടെ വ്യക്തിഗത വിവരങ്ങൾ അടങ്ങിയ ലാപ്ടോപ്പ് മോഷണം പോയി. പൂട്ടിയിരുന്ന കാറിൽ നിന്ന് 2 ആഴ്ച മുമ്പാണ് ഇവ മോഷ്ടിക്കപ്പെട്ടത്. നാസ അധികൃതർ തന്നെയാണ് ഇക്കാര്യം ജീവനക്കാരെ അറിയിച്ചത്. ആയിരക്കണക്കിന് ജീവനക്കാരുടെയും കരാറുകാരുടെയും സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ അടക്കമുള്ള വിവരങ്ങളാണ് ലാപ്ടോപ്പിലുള്ളത്. ലാപ്ടോപ്പ് പാസ്വേഡ് സുരക്ഷിതമാണെങ്കിലും ഇതിലെ ഹാർഡ് ഡിസ്ക് വിവരങ്ങൾ എൻക്രിപ്റ്റ് ചെയ്തിട്ടില്ലാത്തതിനാൽ പൂർണ്ണമായും സുരക്ഷിതമല്ല. ലാപ്ടോപ്പിലെ വിവരങ്ങൾ അനധികൃത കരങ്ങളിലെത്തുന്നത് ജീവനക്കാർക്ക് ദോഷം ചെയ്യും. ഇതാദ്യമായല്ല നാസയുടെ ലാപ്ടോപ്പ് മോഷണം പോകുന്നത്. 2011 മാർച്ചിലും ഇത്തരത്തിൽ ലാപ്ടോപ്പ് മോഷണം പോയിരുന്നു. ബഹിരാകാശ നിലയത്തിലെ കൺട്രോൾ കോഡുകൾ അടങ്ങുന്നതായിരുന്നു ഇത്. ഇതിനുശേഷം സുരക്ഷാ സംവിധാനങ്ങൾ നാസ കർശനമാക്കിയിരുന്നു. ഇതിനിടെയാണ് വീണ്ടും ലാപ്ടോപ്പ് മോഷണം പോയിരിക്കുന്നത്. US-ലെ ന്യൂ ഹാംഷറിൽ കമ്പ്യൂട്ടർ ഗെയിം കമ്പനിയുടെ സെർവർ തകർത്ത് ലക്ഷത്തിലേറെ ഡോളറിന്റെ നഷ്ടം വരുത്തിയ കേസിൽ ഇന്ത്യൻ വംശജനായ ഡച്ച് പൗരൻ അനിൽ ഖേദയ്ക്കെതിരെ US നിയമവകുപ്പ് കുറ്റം ചുമത്തി. He was able to obtain portions of their proprietary source code, and he used that information as leverage to extort some concessions from Rampant, such as, allow me to play Outwar again, and I'll expose to you what your vulnerabilities are. ഇവിടുത്തെ സ്ഥിരം കളിക്കാരായ അനിൽ ഖേദയും കൂട്ടുകാരും കമ്പ്യൂട്ടർ സംവിധാനത്തിൽ നുഴഞ്ഞു കയറുകയായിരുന്നു. ടൊയോട്ടയുടെ 3 മില്യണോളം കാറുകൾ സ്റ്റിയറിംഗ്, വാട്ടർ പമ്പ് തകരാറുകളാൽ തിരിച്ചു വിളിക്കുന്നു. പ്രിയസ് ഹൈബ്രിഡ്, കൊറോള എന്നിവയുടെ 14 മോഡലുകളാണ് സേഫ്റ്റി ഇൻസ്പെക്ഷനും റിപ്പയറിംഗിനുമായി തിരിച്ചു വിളിക്കുന്നത്. അമേരിക്കയിലെ 7 ലക്ഷത്തോളം കാറുകൾ ഈ ലിസ്റ്റിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. 2009-ലും 2010-ലും ഇത്തരത്തിൽ കാറുകൾ തിരിച്ചു വിളിച്ചതിൻ്റെ പേരിൽ വാഹന വിപണിയിൽ പിറകോട്ട് പോയ ടൊയോട്ട കഴിഞ്ഞ മാസം 8 മില്യൺ കാറുകൾ പവർ സ്വിച്ചിൻ്റെ വൈകല്യം കാരണം തിരിച്ചു വിളിച്ചിരുന്നു. കാര്യമായ മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുണ്ടെങ്കിലും വൻതോതിലുള്ള കുതിച്ചുചാട്ടം നടന്നിട്ടുണ്ടെങ്കിലും ഇന്ത്യയിൽ വ്യവസായങ്ങൾ തുടങ്ങുന്നത് ശ്രമകരമായ ജോലിയാണെന്ന് വേൾഡ് ബാങ്ക്. വ്യവസായ സംരംഭകരെ വലയ്ക്കുന്ന രീതിയിലുള്ള സംവിധാനങ്ങളാണ് ഇന്ത്യയിലുള്ളതെന്ന് വേൾഡ് ബാങ്ക് ഒരു പത്രക്കുറിപ്പിൽ അറിയിച്ചു. 185 രാജ്യങ്ങളുടെ പട്ടികയിൽ 132 സ്ഥാനമാണ് ബിസിനസ് ഫ്രണ്ട്ലി എന്ന കാറ്റഗറിയിൽ ഇന്ത്യക്കുള്ളത്. മരിക്കുന്നതിന് മുമ്പ് കഴിച്ചിരിക്കേണ്ട 10 വിഭവങ്ങളുടെ പട്ടികയിൽ ദക്ഷിണേന്ത്യക്കാരുടെ പ്രിയപ്പെട്ട മസാല ദോശയും. ഹഫിംഗ്ടൺ പോസ്റ്റ് പത്രത്തിന് വേണ്ടി ഒരു ട്രാവൽ ബ്ലോഗ് വിവിധ രാജ്യങ്ങളിൽ നിന്ന് തിരഞ്ഞെടുത്ത വിഭവങ്ങളുടെ പട്ടികയിലാണ് മസാല ദോശ ഇടം പിടിച്ചത്. കൂടെ തിരഞ്ഞെടുക്കപ്പെട്ടവയിൽ ചൈനയുടെ പീക്കിംഗ് ഡക്ക്, അമേരിക്കയുടെ ബാർബിക്യൂ റിബ്സ്, ജപ്പാന്റെ ടിപ്പയൻകി, ഫ്രാൻസിന്റെ എസ്കർഗോട്ട്സ് തുടങ്ങിയവയും ഉൾപ്പെടുന്നു. ന്യൂയോർക്ക് വൽഹാല ഹോളി നെയിം ഓഫ് ജീസസ് സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിനി മിനു ജോൺകുട്ടി ന്യൂയോർക്ക് ആർച്ച് ഡയസിസ് നടത്തിയ റേഡിയോ സിരി ഉപന്യാസ മത്സരത്തിൽ 1ാം സമ്മാനം നേടി. ക്രിസ്മസ് ഒരു സേവനവും സ്നേഹവും ത്യാഗവുമാകുമ്പോൾ എന്ന വിഷയം എഴുതിയാണ് മിനു ആയിരക്കണക്കിന് വിദ്യാർത്ഥികളെ പിന്തള്ളി 1ാം സമ്മാനം നേടിയത്. ഉപന്യാസത്തിലുടനീളം ക്രിസ്മസ് നൽകുന്ന സന്ദേശം സ്നേഹത്തിൻ്റെയും സേവനത്തിൻ്റെയും ത്യാഗത്തിൻ്റെയുമാണെന്ന് ഓർമ്മിപ്പിച്ച മിനു കേവലമായ ബിസിനസ് പരസ്യങ്ങളിലൂടെ ക്രിസ്മസിനെ കാണുന്നവരാണ് പലരുമെന്ന് ചൂണ്ടിക്കാട്ടി. ന്യൂയോർക്കിലെ പ്രശസ്തമായ റേഡിയോ സിറ്റി ഹാളിലെ ക്രിസ്മസ് സ്പെക്ടാക്കുലർ ഷോ കാണാനുള്ള ടിക്കറ്റ് മിനുവിനും കുടുംബാംഗങ്ങൾക്കും 40 സഹപാഠികൾക്കും റേഡിയോ സിറ്റി ഹാളിലെ റോക്കറ്റ്സ്, ടോറയും സാറയും സ്കൂളിൽ വെച്ച് നൽകുകയുണ്ടായി. അമേരിക്കൻ ഹാൻഡ് റൈറ്റിംഗ് സൊസൈറ്റി നടത്തിയ ലോക ഹാൻഡ് റൈറ്റിംഗ് മത്സരത്തിലും മിനു 1ാം സമ്മാനം നേടിയിരുന്നു. വെസ്റ്റ്ചെസ്റ്റർ കൗണ്ടിയിൽ ജോലി ചെയ്യുന്ന കൊല്ലം കൊട്ടറ തെങ്ങവിളയിൽ ജോണിക്കുട്ടിയുടെയും ഷീബയുടെയും 2ാമത്തെ പുത്രിയാണ് മിനു.
ആത്മീയതയിലൂടെയുള്ള ഒരു സംഗീതയാത്രയ്ക്ക് അമേരിക്ക വേദിയാകുന്നു. MCN ബ്യൂറോയുടെ റിപ്പോർട്ടിലേക്ക്. കാർവിംഗ് മൈൻഡ്സ് എൻ്റർടൈൻമെൻറ്റിൻ്റെ ബാനറിൽ KG മാർക്കോസ്, ബിനോയ് ചാക്കോ, ഇമ്മാനുവൽ ഹെൻറി, മേഘ ജേക്കബ് എന്നിവരടങ്ങുന്ന ടീമാണ് ലൈവ് ഓർക്കസ്ട്രയുടെ അകമ്പടിയോടുകൂടി സ്നേഹസംഗമം 2013 പരിപാടിയിൽ ഒത്തുചേരുന്നത്. ആത്മാവിനെ തൊട്ടുണർത്തുന്ന സ്നേഹഗീതികളുമായി മെയ് മാസത്തിലാണ് ഇവർ അമേരിക്കയിൽ പര്യടനത്തിന് എത്തുന്നത്. മലയാളം, തമിഴ്, ഹിന്ദി ഭക്തിഗാനങ്ങൾ സ്വരമഴ തീർക്കുന്ന സംഗീതയാത്ര അമേരിക്കൻ മലയാളികൾക്ക് ഒരു പുതിയ അനുഭവമായിരിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. ക്രൈസ്തവ സംഗീത ശാഖയ്ക്ക് തൻ്റെ സ്വരഭംഗിയിലൂടെ നിരവധി ഗാനങ്ങൾ നൽകിയ ഗായകനാണ് KG മാർക്കോസ്. ആലാപന സൗകുമാര്യവും ശബ്ദസുഭകതയും ഒത്തിണങ്ങിയ ഗായകനാണ് ബിനോയ് ചാക്കോ. റിയാലിറ്റി ഷോയിലൂടെ ശ്രദ്ധ നേടുകയും പുതിയ തലമുറയിലുള്ള ഗായകർക്കിടയിലെ വേറിട്ട ശബ്ദവുമാണ് ഇമ്മാനുവൽ ഹെൻറി. പാശ്ചാത്യ സംഗീതത്തിൽ അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദം നേടി പൗരസ്ത്യ സംഗീതത്തിൽ അരങ്ങേറ്റം നടത്തി അനന്യസുന്ദരമായ ആലാപന ശൈലിയിലൂടെ അമേരിക്കൻ മലയാളികൾക്ക് സുപരിചിതയാണ് മേഘ ജേക്കബ്. ഒരു ജീവിതകാലം മുഴുവനും ഓർത്തിരിക്കാൻ തക്കവണ്ണം വ്യത്യസ്തമായതും മനസ്സിൻ്റെ അഗാധ തലങ്ങളിലേക്ക് കടന്ന് സാന്ത്വനമേകി അനുഭൂതി പകരുന്ന ആത്മീയ യാത്രയായിരിക്കുമെന്ന് ഉറപ്പു നൽകുന്നതായി ഭാരവാഹികൾ അറിയിച്ചു. ബോം TV, MCN ടെലിവിഷൻ, മലയാളി സംഗമം, സിതാർ പാലസ് എന്നിവരാണ് സ്നേഹസംഗമത്തിൻ്റെ സ്പോൺസർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഗിൽബർട്ട് 201-926-7477, ബിനു 267-893-9571. ഇതോടെ ഈ വാർത്താ പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വിശേഷങ്ങളുമായി ഇനി അടുത്തയാഴ്ച വീണ്ടും കാണാം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. ഞങ്ങളുടെ വിലാസം news@mcntelevision.com. നന്ദി, നമസ്കാരം.